ഹലോ മുസഫറ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ്. അപ്പൊ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണെന്നറിയോ, നമ്മളെ സൂസി പുതിയ വണ്ടി ഇറക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇപ്പം നമ്മൾ മാത്രമല്ല, ഇവന്റെ ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഏത് വണ്ടിയാണെന്ന് ഇതുവരെ ഇവൻ പറഞ്ഞിട്ടില്ല ഗൈസ്. ഏത് വണ്ടിയാണെന്ന് സർപ്രൈസ് ആണ്, റിവീൽ ചെയ്യും, വെയിറ്റ് ചെയ്യും. ഞാനും വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പൊ വണ്ടി എടുക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് വണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് നേരെ ഷോറൂമിനുള്ളിൽ പോയിട്ട് നോക്കാം. അപ്പൊ ഈ ഷോറൂം വരുന്നത് നമ്മുടെ ആലപ്പുഴയിലുള്ള ഷോറൂമാണ്. ഈ ആലപ്പുഴ വരെ വന്ന് എന്തിനാ, നമ്മുടെ കൊല്ലത്തൊന്നും ഇല്ല. എല്ലാം ഞാൻ റിവീൽ ചെയ്യും, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. അപ്പൊ ഏതാ എടുക്കുന്നത്? ജിംനി? എടാ ഞാൻ കുറച്ച് സമയം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം. അപ്പൊ നമുക്ക് എന്തായാലും ഷോറൂമിനുള്ളിലോട്ട് പോവാം. എന്നിട്ട് ഏത് വണ്ടിയാണെന്നും നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഏതാണെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ദേ ഈ കാണുന്ന ഇൻവിക്റ്റയാണ് ഇവൻ എടുത്തതെന്ന് ഇവൻ പറയാൻ പറഞ്ഞു. പക്ഷെ ഇതല്ല ഗൈസ് വണ്ടി. അപ്പോൾ വണ്ടി ഇതുവരെ റിവീൽ ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടില്ല. നൈസായിട്ട് അതിൻ്റെ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയുള്ള ദിവസമാണ് ഇവൻ വണ്ടി ഇറങ്ങുന്നത്. അതെ. കളർ ഏതാ? അങ്ങനെ നമ്മൾ ഫ്രോൺസ് എടുത്ത് ഏകദേശം 4000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 4000 കിലോമീറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. അതേപോലെ നമുക്ക് വണ്ടിയുടെ മൈലേജ് അറിയണം. വണ്ടി ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ എത്ര രൂപ ആയിട്ടുണ്ടെന്ന് അറിയണം. അപ്പോൾ സൂസി, അപ്പോൾ നമ്മുടെ വണ്ടി ഇറങ്ങിയപ്പോൾ എത്ര രൂപ പ്രൈസ് ആയിട്ടുണ്ടോ? ഇത് ഏകദേശം ഒരു 10,30,000 രൂപ. വണ്ടി ഇറക്കിയിട്ട് ഇപ്പൊ ഏകദേശം കിലോമീറ്റർ 4000 കിലോമീറ്റർ ഓടി. അല്ല, 4736 കിലോമീറ്റർ. 5000 അടുപ്പിച്ചായി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് ഇപ്പോൾ ഉണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടിയുടെ പോസിറ്റീവും നെഗറ്റീവും രണ്ടും നമുക്കറിയണം. ആദ്യം എന്ത് പറയണം? പോസിറ്റീവ് പറയാം, അല്ലേ വേണ്ട നെഗറ്റീവ് ആണോ? നെഗറ്റീവ് പറയാം. അതാ നെഗറ്റീവ് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര, അതില്ലാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഹൈറ്റ് പറഞ്ഞ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതേപോലെ സെക്കൻഡ് തിങ്, പവർ കുറവുണ്ട്. അതായത് ഒരു ഏറ്റത്ത് കൊണ്ടിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട് എടുക്കാൻ നേരം ഒരു 3 to 4 സെക്കൻഡ് ഒരു ഡിലേ വരുന്നത്. അത് ഇനിഷ്യൽ ഒരു പവർ കിട്ടുന്നില്ല. പിന്നീട് ഈ രണ്ട് മിറർ ഓട്ടോ ഫോൾഡ് ആവും. ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡ് ആവില്ല. അതിന് ഞാൻ തിരക്കിയപ്പോൾ എന്തോ റിലേ വെക്കണം, അതിനാണ് 3000 സംതിങ് ആവുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, ഹാൻഡ് റെസ്റ്റ് ഇല്ലായിരുന്നു. ഹാൻഡ് റെസ്റ്റ് പിന്നെ വെളി ചെയ്യിച്ചു, ബെല്ലയുടെ ഹാൻഡ് റെസ്റ്റ് ചെയ്ത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയാൻ, പിന്നീട് അങ്ങനെ ഇൻഫർമേഷൻ അത് വീഡിയോ വർക്ക് ചെയ്യില്ല. വീഡിയോ വർക്ക് ചെയ്യത്തില്ല. അത് ആൻഡ്രോയിഡ് ക്വാളിറ്റി പക്ഷേ കൊള്ളാം. ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ആൻഡ്രോയിഡ് ഇല്ലാത്തതിന്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് എന്താ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തായിട്ട് ഇതായിട്ട് വലിയൊരു നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. ഇനി എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അതായത് വണ്ടി ഇതുപോലെ തന്നെ കയറ്റം കയറിയപ്പോ വലിവുണ്ട്. പക്ഷെ നമ്മൾ ട്രാഫിക്കിൽ നിന്നിട്ട് വണ്ടി എടുക്കുമ്പോഴും ഒരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നു. എനിക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മൾ ആക്സിലറേഷൻ ചെയ്യുമ്പോൾ ഒരു ഇത് കിട്ടാത്തതായിട്ടാണ്. കാര്യം സ്വിഫ്റ്റ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പവർ ഈ ഒരു വണ്ടിയിൽ കിട്ടത്തില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് 5 ഗിയർ വിട്ട് നോർമൽ റോഡിൽ ഇത് ഓടിക്കാനും പറ്റത്തില്ല. പവർ ഇച്ചിരി കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറയാൻ പാടാണ്. അതുപോലെ നമുക്ക് പോവാം. പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ സ്വിഫ്റ്റിനെക്കാട്ടി മൈലേജ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഏകദേശം മൈലേജ് ലോങ് പോയപ്പോൾ നമുക്ക് 22-23 ഒക്കെ കാണിച്ചു. ഇനി ഈ വണ്ടിയിൽ നീ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെയാ? മോഡിഫിക്കേഷൻ എന്ന് പറയാൻ മാത്രം ഒന്നും ചെയ്തില്ല. ഞാനൊരു ലൈറ്റ് ബാർ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ലൈറ്റ് അല്ല വെക്കാൻ ഉദ്ദേശിച്ച അതൊരു ഇല്ലീഗൽ ലൈറ്റ്, ഒരു ഇല്ലീഗൽ ടൈപ്പ് ലൈറ്റ് ആണ്. അതെനിക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയി തോന്നില്ല. പിന്നെ ഇത് വലിയ എന്താ പറയാ, വലിയ പ്രകാശമില്ല, ഒരു ഡിം ലൈറ്റ് ടൈപ്പ് ആണ് ഇത്. പിന്നെ ഒരു ക്രോസ് ബാർ ചെയ്തിട്ടുണ്ട്. അത് രണ്ട് പിന്നെ അകത്ത് ഇന്റീരിയറിൽ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഹാൻഡ് റെസ്റ്റ് അങ്ങനെയുള്ള നോർമൽ തിങ്, ബേസിക് ആയിട്ട് തിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4-5 അലോയ് എടുക്കണമെന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ടോപ്പ് ബോക്സ് വെക്കണമെന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴേ ഇല്ല, കുറച്ചാൾ കഴിയട്ടെ. മോഡൽ നമ്മൾ പറയാൻ വിട്ടുപോയി. ഇത് ഫ്രോൺസിന്റെ ഡെൽറ്റ പ്ലസ് ആണ്. അത്യാവശ്യം പുറത്ത് നിന്ന് ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. നമ്മൾ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ പോസിറ്റീവ് പറഞ്ഞില്ല. ഇനി പോസിറ്റീവ് പോട്ടെ. പോസിറ്റീവ്
പോസിറ്റീവേ ഉള്ളൂ വണ്ടിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിക്ക് അന്യ സ്പേസ് ആണ്. ഇതിനകത്ത് ഭയങ്കര ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് എല്ലാരും ഇരുന്നാലും. ബ്രസ ഉണ്ടല്ലോ, ബ്രസ എടുക്കാൻ പോയ കുറെ പേര് ഈ വണ്ടി എടുത്തിട്ടുണ്ടെന്ന് ഒരു പ്രാവശ്യം നമുക്ക് മാരുതിയിൽ എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ് വണ്ടി. പുറത്തുനിന്ന് കാണുമ്പോൾ എവിടേക്കോ ബെലേനോയുടെ വേറെ സെയിം പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് കംഫർട്ട് അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ഡേ വണ്ടി എടുത്തിട്ടൊക്കെ വന്ന് അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ 3 മണിക്ക് ട്രിവാൻഡ്രം പോയി. എന്നിട്ട് ഒരു 10 മണി അടുപ്പിച്ച് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം തൃശ്ശൂർ പോയി. എന്നിട്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആണ് തിരിച്ചു വന്നത്. എന്നിട്ട് വന്നിറങ്ങിയിട്ടും ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഒരു ബാക്ക് പെയിനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അന്യ കംഫർട്ടാണ് ഡ്രൈവിംഗ്. പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ ഫാൻസി നമ്പറാണ് എടുക്കുന്നത്. പിന്നെ മോഡിഫിക്കേഷൻ ചാനലിന്റെ നെയിമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ നിലവില് റിവേഴ്സ് ക്യാമറ വരുന്നില്ല, റിവേഴ്സ് സെൻസർ മാത്രമാണ് ഉള്ളത്. അല്ല, അതിന്റെ റിവേഴ്സ് ക്യാമറ ഒരു മാൻഡേറ്ററി എനിക്ക് തോന്നിയിട്ടില്ല. ഇത്ര ഹൈറ്റ് ഉള്ള ഒരു വണ്ടിക്ക് 360 ക്യാമറ വേണമെന്ന് എനിക്ക് പലപ്പോഴും ഇത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, റൈറ്റ് സൈഡ് കോർണർ ബ്ലൈൻഡ് സ്പോട്ട് ആണ്. ബ്ലൈൻഡ് സ്പോട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ വണ്ടിയുടെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം ഏത് കുഴിയിലും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുവച്ച് ഇറക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ അഴുക്ക് പിടിച്ച് കിടക്കുന്നത് ഞാൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോഴും മഴയാണ്, ഇപ്പോഴും മഴയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള പോസിറ്റീവ്. വണ്ടിയുടെ കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി അന്ന് ഡെലിവറി ചെയ്തിട്ട് ഏകദേശം അന്ന് ഇറക്കിയതിന്റെ അന്ന് തൊട്ട് മഴയായിരുന്നു. അത് കഴിഞ്ഞ് മഴയത്ത് ഇത്രയും നാളോ ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇനി അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യണം. അതിനോട് സ്റ്റോറൂമിൽ ചെയ്തു തരാന്ന് പറഞ്ഞാണ്. പക്ഷെ അവരത് 4000 സംതിങ് അതിന് ചാർജ് ആവും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പുറത്ത് ചെയ്യിക്കാം. പിന്നെ നമുക്ക് ചേട്ടനോട് ഇതുണ്ട്. അപ്പം അതായത് നമ്മുടെ കരീഷ്മ എന്ന് ചെയ്തെടുത്തില്ല. ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് വണ്ടിയുടെ 100% പോസിറ്റീവ് തന്നെയാണ്. പിന്നെ പവറിന്റെ കാര്യത്തിൽ മാത്രമാണ്, പവർ ഇച്ചിരൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ടർബോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ടർബോ ഓടിച്ചിട്ടില്ല, ടർബോയ്ക്ക് പവർ കൂടുതലാണ് 1 ലിറ്റർ ടർബോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും